പൂതപ്പാട്ട് എന്നല്ല ലീലാകൃഷ്ണൻ സൂചിപ്പിച്ചു. പൂതപ്പാട്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? കെട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നൊട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യയ്യവരവം വിളി പൂങ്കല നെയ്യിലണിഞ്ഞ കരിമ്പൂതം തക്കിട്ട തക്കിട്ട തക്കിട്ട. എങ്ങനെയാണ് നമ്മൾ പി കെ എന്താ ചെയ്തിരിക്കുന്നത്? കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് തുടി കൊട്ടും എന്ന് പറഞ്ഞ 1 2 3 4 ചെയ്തിരിക്കുന്നത്. എന്നാൽ ലോകത്തെ എല്ലാ ഭാഷയിലും ആദ്യമായിട്ടുണ്ടായത് ഗദ്യമല്ല, പദ്യമാണ്. അതിൽ തന്നെ അതിന് നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സാക്ഷരതാ കാലത്ത്. ഓ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഓ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ അരപ്പാ കുന്നം വടി കുത്തിക്കുന്നും മലം കയറി പോണതിപ്പോം. നമുക്കറിയാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ 1-2 വർഷമായിട്ട് പാഠപുസ്തകങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽക്കുള്ള എല്ലാ പാഠപുസ്തകങ്ങളും മാറിയിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങൾ മാറിയപ്പം പ്രത്യേകിച്ചും പ്രൈമറി തലത്തിൽ ഇപ്രാവശ്യം വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് കുട്ടികൾക്ക് താളബോധം ആവശ്യമാണ് എന്ന് ഒരു നിലപാടിലെത്തുകയും അങ്ങനെ താളബോധം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കവിതകൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഉൾപ്പെടുത്തുകയും അതിൽ മലയാള ഭാഷയിലെ അടിസ്ഥാന താളങ്ങളും ഈണങ്ങളും ഒക്കെയുള്ള വരികൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം 2 വോള്യം, പ്രവർത്തന പുസ്തകത്തിൻ്റെ 2 വോള്യം, അധ്യാപക സഹായി, ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിട്ട് 49 കവിതകളുണ്ട് ചെറുതും വലുതും. അപ്പൊ ആ കവിതകൾ മുഴുവനും അധ്യാപകര് കുട്ടികൾക്ക് ഈണത്തിൽ ചൊല്ലിക്കൊടുക്കണമെന്നും അങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി അധ്യാപകരെ പരിശീലിപ്പിക്കണമെന്നും തീരുമാനിച്ച് സംസ്ഥാനത്തെ ഉടനീളം അധ്യാപകർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തുടർച്ചയായിട്ടുള്ള പരിശീലനം കൊടുക്കുകയും മാത്രമല്ല അതിൻ്റെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അധ്യാപകരത് 100% ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചു വരും. പലപ്പോഴും വീട്ടിലിരിക്കുമ്പോഴും രാത്രിയൊക്കെ തന്നെ മാഷ ഈ കവിത ഇങ്ങനെ ചൊല്ലുക, ഈ കവിത ഇങ്ങനെ ചൊല്ലുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ആളുകളുടെ എൻക്വയറി വരികയും പല സ്ഥലത്തും കേരളത്തിൻ്റെ പല സ്ഥലത്തും താളവുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ കൂട്ടങ്ങളിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്തു. അപ്പൊ താളം എന്ന് പറയുന്നത് ഒരു പഠനോപകരണമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ആദ്യമായിട്ട് എനിക്ക് സെഷനിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ അതൊരു കാർഷികോപകരണമായിട്ടാണ് താളം സാമൂഹ്യ ജീവിതത്തിൽ വന്നത്. നമ്മൾ ഭാഷയായിട്ടും സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ഈണത്തിലും താളത്തിലും കവിത എഴുതാനാണ് അല്ലെങ്കിൽ പദ്യം എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഗദ്യം എഴുതാനല്ല, പദ്യം എഴുതാനാണല്ലോ. വൃത്തവും താളവും ഈണവും ഒക്കെ ഒപ്പിച്ച് പദ്യം എഴുതാനാണ് ബുദ്ധിമുട്ട്. എന്നാൽ ലോകത്തെ എല്ലാ ഭാഷയിലും ആദ്യമായിട്ടുണ്ടായത് ഗദ്യമല്ല, പദ്യമാണ്. ഈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഒരുപാട് കടമ്പകളുള്ള പദ്യമാണ് ലോകത്തെ എല്ലാ സാഹിത്യത്തിലും ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഋഗ്വേദം മുതൽക്ക് ഉപനിഷത്തുക്കൾ മുതൽക്ക് മഹാഭാരതം, രാമായണം, മാത്രമല്ല അർത്ഥശാസ്ത്രം, മനുസ്മൃതി തുടങ്ങിയ എല്ലാത്തരം ടെക്സ്റ്റുകളും എന്തിനാണ് അധികം ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള അഷ്ടാംഗ ഹൃദയം വരെ ഈണത്തിലാണ്, വൃത്തം പാലിച്ചുകൊണ്ട് താളാത്മകമായിട്ടാണ്. അപ്പൊ ഭാഷാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? മനുഷ്യർക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുള്ള ഈ പദ്യരൂപം എങ്ങനെ ഭാഷയുടെ ആദ്യ രൂപമായിട്ട് വന്നു? അതിനുശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ ആധുനികതയെ കുറിച്ച് പറയുമ്പോൾ ആധുനികതയിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ഭാഷയിലും പദ്യത്തിൽ നിന്നും ഗദ്യ സാഹിത്യത്തിലേക്കുള്ള മാറ്റമാണ്. അതുവരെ പദ്യത്വമാണ്, സാഹിത്യത്തിന്റെ രൂപം പറഞ്ഞ പദ്യമാണ്. അപ്പൊ ഭാഷാശാസ്ത്രത്തിൽ ഭാഷയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് എത്തിച്ചേരുന്ന ഒരു നിഗമനം, പല വാദങ്ങളുണ്ട്. ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, ഭാഷ ഉണ്ടായി വന്നത് ഒരു കാർഷിക ഉപകരണം എന്ന നിലയ്ക്ക് താളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് പലതരത്തിലുള്ള വായ്ത്താരികളാണ്, ഒരു അർത്ഥവുമില്ലാത്ത വായ്ത്താരികളാണ് ലോകത്തെല്ലാ ഭാഷയിലും ആദ്യം ഉണ്ടായത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന പല വായ്ത്താരികളുണ്ട്.
തിത്തിത്താരാദിത്യത്തേ തിത്തൈ തകതൈതോം തിത്തിത്താരാദിത്യത്തേ തിത്തൈ തക. നമ്മൾ സാധാരണ പാടുന്ന തിത്താ തിന്തകത്തെയ്താരാ തിന്തകത്തിന്തകത്തെയ്താരാ തിത്താ തിന്തകത്തെയ്താരാ തിന്തകത്തിന്തകത്തെയ്ത. വേറെ ഒരു പാറ്റേണിൽ ഇട്ടാളാണ്. തകത്തെയ്തക തകത്തെയ്തക തകത്തെയ്താരാ തക തക തകത്തെയ്തക തകത്തെയ്തക തകത്തെയ്താരം താനാരം ദാനാരം തകദാനാരം ദാനാരം താനാരം ദാനാരം തകദാനാരം ദാനാരം. ഇത് മലയാളത്തിലെ ഭാഷ മാത്രമല്ല. സിംഗിങ്ങായി പീപ്പിയായി സിംഗിങ്ങായി പീപ്പിയായി സിംഗിങ്ങായി പീ ആയി പി ആയി പീപ്പിയായി. എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള വായ്ത്താരികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭാഷയുടെ ഒരു സാഹിത്യരൂപത്തിന്റെ ഒക്കെ ഒരു വളർച്ചയുടെ രീതി പറയുന്നത് അർത്ഥമില്ലാത്ത വായ്ത്താരികൾ, അത് കഴിഞ്ഞിട്ട് അബ്സേർഡ് പോയട്രി എന്നൊക്കെ പറയാവുന്ന യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ അർത്ഥം സന്നിവേശിപ്പിക്കാതെ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ ചേർത്തിട്ടുള്ള കവിത, അർത്ഥബോധത്തോടെയുള്ള ചെറിയ കവിതകൾ, കഥാഗാനങ്ങൾ, അങ്ങനെയാണ് ഭാഷയുടെ ഒരു വളർച്ചയുടെ ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാനാണ്, മനുഷ്യത്തിന്റെ വേദിയിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് വായ്ത്താരികൾ ഉണ്ടായത് എന്നത്. മനുഷ്യൻ അധ്വാനിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിവിടെ സംസാരിക്കുമ്പോഴും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് നിർത്താൻ പറ്റാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസഗതിയെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ ഒരു കാർഷിക വൃത്തി ആരംഭിച്ച സമയത്ത് ഒരു 10 15 അല്ലെങ്കിൽ 5 10 ആളുകളുടെ അല്ലെങ്കിൽ 10 50 ആളുകളുടെ അധ്വാനത്തെ ഒരു പ്രത്യേക തരത്തിലേക്ക് ക്രോഡീകരിക്കണം. എന്ന് വെച്ചാൽ 50 പേര് പണിയെടുക്കുകയാണെങ്കിൽ 50 പേരുടെ ശ്വാസഗതിയെ ഒരേ ടൈമിങ്ങിലേക്ക് കൊണ്ടുവരണം. ആ ഒരേ ടൈമിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്തിനുപയോഗിച്ചത്? വായ്ത്താരികളെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് വായ്ത്താരികൾ അല്ലെങ്കിൽ താളം എന്ന് പറയുന്നത്, ഈണം എന്ന് പറയുന്നത് ഒരു കാർഷികോപകരണമായിട്ടാണ് ആദ്യം ഉപയോഗിക്കുന്നത് ലോകത്തെല്ലാ സ്ഥലത്തും. അതുകൊണ്ടാണ് താളത്തിലുള്ള വരികൾ ആദ്യം ഉണ്ടായത്, ഗദ്യം പിന്നീട് മാത്രം ഉണ്ടായത്. അപ്പോൾ ഭാഷാ പഠനത്തിന്റെ ഒരു ഉപകരണമായിട്ട് താളം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഭാഷയിലും നമുക്ക് കാണാൻ പറ്റുന്നത് 2 തരത്തിലുള്ള താളങ്ങളാണ്. ഒന്ന് അതിന്റെ ആന്തരികമായിട്ടുള്ള താളമാണ്, മറ്റേത് ബാഹ്യമായിട്ടുള്ള താളമാണ്. ബാഹ്യമായിട്ടുള്ള താളം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കൊട്ടിയെടുക്കുന്ന താളാണ്. താനാരം താനാരം തകതാനാരം താനാരം 1 2 3 4 1 ഇങ്ങനെ നമ്മൾ കൊട്ടിയെടുക്കുന്ന ഈ ഒരു താളമാണ്. എന്നാ ബാഹ്യ താളത്തിന്റെ പുറത്തുള്ള ഈ ആന്തരിക താളം എന്താണ്? ആന്തരിക താളം എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ ഉച്ചാരണ രീതി തന്നെയാണ് ആന്തരിക താളം. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ന വാക്കിന്റെ അക്ഷരത്തിന്റെയും എൻ എന്ന അക്ഷരത്തിന്റെയും ഇടയിലുള്ള സ്പേസ് എത്രയാണ്, എന്താണ് അതിന്റെ ടൈമിങ്, അത് നിർണ്ണയിക്കുന്നത് ഭാഷയുടെ ആന്തരിക താളമാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. GPS ഇട്ട് നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലം ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് പറയും. എന്നാൽ ചങ്കുവെട്ടിന്നോ കടക്കാട്ടുപാറോ എന്നോ പറയേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല. ചങ്കുവെട്ടി ആവില്ല, കടക്കാട്ടുപാറ ആവില്ല, വേറെ എന്തോ ആയിപ്പോവും. കാരണം ചങ്കുവെട്ടി എന്നൊരു വാക്കോ കടക്കാട്ടുപാറ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലനാമങ്ങളോ ഒക്കെ തന്നെ കൃത്യമായിട്ട് അതേ ആന്തരിക താളത്തോടെ പ്രയോഗിക്കാൻ നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കും. അതിന് കാലാവസ്ഥയായിട്ട് ബന്ധമുണ്ട്, തൊഴിലായിട്ട് ബന്ധമുണ്ട്, മണ്ണുമായിട്ട് ബന്ധമുണ്ട്, ജീവിതവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു പ്രയോഗ രീതിയാണ്. അപ്പൊ ഭാഷയുടെ ആന്തരിക താളത്തെ ഉൾക്കൊള്ളാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ബാഹ്യതാളം പരിശീലിക്കുക. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇംഗ്ലീഷ് ഉച്ചാരണം എങ്ങനെയാണ് കൃത്യമാക്കുക എന്നുള്ളതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഇംഗ്ലീഷ് പാട്ടുകൾ പാടി പഠിപ്പിക്കുക. You're the light, you're the night, you're the color of my life. നമുക്ക് യു ആർ ദ ലൈറ്റ് എന്നൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. പക്ഷെ നമ്മൾ പാടുന്നത് എന്താണ്? യു ആർ ദ ലൈറ്റ്, യു ആർ ദ നൈറ്റ്. അപ്പോ ആറിന് സൈലന്റ് ആണ്, ആറിന് ഉച്ചാരണം ഇല്ല എന്ന് പിന്നെ കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല. She'll be coming round the mountain when she comes. She'll be coming round the mountain when she comes. She will be എന്നാണ്, പക്ഷെ she'll be coming അങ്ങനെയാണ് വരുന്നത്. When you fall get up, oh, when you fall get up, Samya, Mia, Sam, Kaleva. This is Africa.
അപ്പോൾ എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഭാഷയിലെ പാട്ടുകൾ, അത് കൊറിയൻ പാട്ടാണെങ്കിലും ശരി, ഇംഗ്ലീഷ് പാട്ടാണെങ്കിലും ശരി, ചൈനീസ് പാട്ടാണെങ്കിലും ശരി, ആ ഭാഷ പഠിക്കാനുള്ള ഏറ്റവും അതിൻ്റെ ആന്തരിക താളം ഉൾക്കൊള്ളാൻ. ഇതൊന്നും വേണ്ട. നിങ്ങൾ വീട്ടിൽ ഭാഷ സംസാരിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? കുട്ടികൾ സംസാരിക്കുന്നതിൻ്റെ മീറ്റർ കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അവരെന്തെങ്കിലും ശബ്ദം വെച്ചിട്ട്, എൻ്റെ വീട്ടിലൊരു കക്ഷിയുണ്ട്, ഗായത്രിയുടെ മകനുണ്ട്, കുഞ്ഞുപ്പൻ. അവൻ ഇയ്യ എന്നൊരു അക്ഷരം കൊണ്ട് അവൻ ലോകത്തുള്ള എല്ലാ സംസാരം പറയും. അയ്യ അല്ല എന്നാണ് അത് പറയുന്നത്. ഇയ്യക്ക് വേറൊരർത്ഥമായിരിക്കും വേറൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ മീറ്ററാണ്. കുട്ടി ആദ്യം മനസ്സിലാക്കുന്നത് ആ താളമാണ്. നമ്മൾ സംസാരിക്കുന്നതിന്റെ റിതമാണ് കുട്ടി പിടിച്ചെടുക്കുന്നത്. ആ റിതത്തിൽ അവന്റെ വാവിന് അല്ലെങ്കിൽ അവളുടെ നാവിന് വഴങ്ങുന്ന ശബ്ദം കൊടുക്കുകയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിലുള്ള ഭാഷയുടെ ഉച്ചാരണത്തിലേക്ക് കുട്ടി വരുന്നത്. താളമാണ് ഭാഷാ പഠനത്തിന്റെ ടൂളായിട്ട് നമ്മൾ കുട്ടിക്കാലം നമുക്ക് പരിശീലിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷാ പഠനം സ്കൂളിലാണെങ്കിൽ പോലും താളത്തിൽ കവിതകൾ ചൊല്ലിക്കൊടുത്തിട്ട് വേണം, പാടിക്കൊടുത്തിട്ട് വേണം പരിശീലിപ്പിക്കാൻ എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും നമുക്ക് ഇത് നടക്കാതെ പോയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ നമ്മുടെ താള പഠനത്തെ നമ്മൾ വൃത്ത പഠനവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. വൃത്തം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ പോലെ തന്നെ നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് തൂത്തുകളയേണ്ട ഒരു കാര്യമാണ്. അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്, അത് അശാസ്ത്രീയവുമാണ്. എന്താ കാരണം? നിങ്ങൾ AR രാജരാജവർമ്മയുടെ വൃത്തമഞ്ജരി നോക്കിയാൽ അറിയാൻ പറ്റും. മലയാള ഭാഷയിലുള്ള 336 വൃത്തങ്ങളെ ഗുരുവും ലഘുവും തിരിച്ച് ഗണം തിരിച്ച് നിർവചിച്ച് വെച്ചിട്ടും പിന്നെയും തീരാതെ പാടി നീട്ടി ലഘുക്കളെയൊക്കെ ഗുരുവാക്കാം എന്ന് പറയേണ്ടി വരും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഭാഷയ്ക്ക് താളം ഉണ്ടാവുന്നത് അതിൻ്റെ അച്ചടി രൂപത്തിലല്ല, അത് വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോഴാണ്, ഉച്ചരിച്ചു തുടങ്ങുമ്പോഴാണ്, പാട്ട് പാടി തുടങ്ങുമ്പോഴാണ് താളം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ അച്ചടിച്ച രൂപത്തെ നിർവചിച്ച് ഇത് ഗുരു, ഇത് ലഘു, ഇത് കണക്കാക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. സംസ്കൃത ഭാഷയ്ക്ക് അത് സാധിക്കും. കാരണം സംസ്കൃത ഭാഷ മനുഷ്യൻ വർത്തമാനം പറയാൻ, നമ്മൾ അങ്ങാടി പോയിട്ട് മീൻ വാങ്ങിക്കാൻ, കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ, ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുക്കാൻ, സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു കാര്യത്തിനും സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്നില്ല. അത് പുസ്തകത്തിൽ ഇരിക്കുകയാണ്. അതിനെ നമുക്ക് അളന്നു തിട്ടപ്പെടുത്താം. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഷയെ അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്നലെ നമ്മുടെ വന്ന ഉദാഹരണമാണ് പൂതപ്പാട്ട്. ഇന്നലെ ലീലാകൃഷ്ണൻ സൂചിപ്പിച്ചു. പൂതപ്പാട്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? കെട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നൊട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവമ്പിളി പൂങ്കല നെയ്യിലണിഞ്ഞകരിമ്പൂതം തക്കിട്ട തക്കിട്ട തക്കിട്ട. എങ്ങനെയാണ് നമ്മൾ PK എന്താ ചെയ്തിരിക്കുന്നത്? കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് തുടി കൊട്ടും എന്ന് പറഞ്ഞ 1 2 3 4 ചെയ്തിരിക്കുന്നത്. ഒട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവമ്പിളി പൂങ്കല മീലണിഞ്ഞ കരിമ്പൂതം. 1 2 3 4 ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചടിച്ച് വെച്ചിട്ട് ഏകാധിപത്യപരമായിട്ട് ഇന്ന രീതിയിലാണ് ഇത് ചൊല്ലേണ്ടത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ഇതിന്റെ വൃത്തം എന്നതാണ്, ഗുരു ലഘുവും തിരിച്ച് ഇങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നത് അതൊരു ഏകാധിപത്യമല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? വേറൊരു കാര്യം നോക്കിയാൽ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പം കുട്ടനാടൻ നമ്മളെല്ലാവരും പാടുന്ന പാട്ടാണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കുട്ടു വേണം കുഴൽ വേണം കുരവ വേണം എന്നുള്ള വരികൾ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കുട്ടു വേണം കുഴൽ വേണം കുരവ വേണം എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഗണം തിരിച്ച് മാത്ര തിരിച്ചാൽ, ലഘുവും ഗുരുവും തിരിച്ചാൽ 44 മാത്ര കിട്ടും. എണ്ണം അതിന്റെ സയൻസ് അറിയുന്നവർ എണ്ണി കണക്കാക്കിയാൽ. എന്നാൽ പാടുമ്പോഴോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ എല്ലാം ദീർഘമാണ്. 64 മാത്രമേ പോയി ഏത് പാടി വരുമ്പോൾ. ഇനി ഞാൻ വേറെ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഞാൻ വേറെ തരത്തിലാണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. അങ്ങനെ പാടിയാലോ? എന്നോട് അങ്ങനെ പാടാൻ പാടില്ലെന്ന് ആർക്കാ പറയാൻ അധികാരം? അങ്ങനെ പാടിയ വൃത്തം പിന്നെയും തെറ്റില്ലേ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ
വേണം. അങ്ങനെ പാടിയാലോ? വൃത്തം പിന്നെയും തെറ്റില്ലേ? എന്ന് വെച്ചാൽ വൃത്തം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ അക്ഷരം എഴുതിയിട്ട് അതിന്റെ ഗുരുവും ലഘുവും തിരിച്ച് മാത്ര എണ്ണി കണക്കാക്കി ഇന്നത് ഇന്ന വൃത്തമാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാനൊക്കെ മലയാളം പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു പോയത് അങ്ങനെയാണ്. ഇപ്പോൾ കെമിസ്ട്രീന്റെ ക്ലാസ്സിൽ പോയ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഷ്ടപ്പാട്. ഇത് അതിനെക്കാട്ടും കഷ്ടപ്പാടാണ്. അതായത് ഒരു അച്ചടിച്ച രൂപം നമുക്ക് തന്നിട്ട് ഇത് ശ്രദ്ധരയാണോ മന്ദാക്രാന്തിയാണോ മാലിന്യാണോ എന്ന് വൃത്തം ചൊല്ലി നോക്കിയിട്ട് അത് വരച്ച് കുറി വരച്ച് ലഘുവും ഗുരുവും തിരിച്ച് തെളിയിക്കണം. ആ തെളിയിക്കാനുള്ള ശ്രമത്തിൽ നമുക്ക് കവിതയും മറന്നു പോകും, അതിന്റെ ഈണവും മറന്നു പോകും, താളവും മറന്നു ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ പഠന രീതിയാണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ അധ്യാപകരെയും താളത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇത് ശുദ്ധ അസംബന്ധമാണ്, അശാസ്ത്രീയമാണ്. അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇന്ന വൃത്താണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല മലയാള ഭാഷയ്ക്ക്. അതുകൊണ്ടാണ് പുതിയ താളത്തിന്റെ സമ്പ്രദായത്തിൽ പുതിയ കവി നമ്മൾ താളത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ എല്ലാ 336 വൃത്തങ്ങളെയും നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ട് താളത്തിലേക്ക് നേരിട്ട് കിടക്കുക. അങ്ങനെ താളത്തിലേക്ക് നേരിട്ട് കിടക്കുമ്പോൾ ലോകത്താകെ താളം എന്ന് പറയുന്നത് ഗണിതമാണ്. അതായത് നിങ്ങളിപ്പോ എല്ലാ തിങ്കളാഴ്ചയും വരുന്ന ഒരു ആഴ്ചപ്പതിപ്പുണ്ട്, അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വരുന്ന ഒരു ആഴ്ചപ്പതിപ്പ്, അതൊരു താളമാണ്. എല്ലാ മാസവും 1-ാം തീയതി വരുന്ന ഒരു മാസിക, അതൊരു താളമാണ്. കൊല്ലത്തിൽ ഒരിക്കലും ആവർത്തിച്ചു വരുന്ന ഓണം, ആവർത്തിച്ചു വരുന്ന വിഷു, ആവർത്തിച്ചു വരുന്ന ക്രിസ്മസ്, പെരുന്നാള്, ഇതൊക്കെ താളമാണ്. അപ്പൊ അനന്തമായ കാലത്തെ മുറിച്ചെടുത്ത് അതിനെ തുല്യ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് താളം ചെയ്യുന്നത്. നമ്മൾ ജീവിതം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരാൾ 70 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ അനന്തമായ കാലത്തിൽ നിന്ന് 70 വർഷമുള്ള ഒരു പീസ് മുറിച്ചെടുക്കുകയാണ്. ആ മുറിച്ചെടുത്തതിന് വീണ്ടും കൃത്യമായ കഷ്ണങ്ങളാക്കി ഭാഗിക്കാണ് താളം ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മാത്തമാറ്റിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ, ഘടകങ്ങളാക്കി തിരിക്കുമ്പോൾ നിങ്ങൾക്ക് 2, 3, 4 എന്ന സംഖ്യകൾ കൊണ്ട് മാത്രമേ ഈ അക്ഷരകാലങ്ങളെ ഘടകങ്ങളാക്കി തിരിക്കാൻ സാധിക്കൂ. ഒരക്ഷരമുള്ള താളം സംസ്കൃതത്തിൽ സാധ്യമാണ്. കാരണം ഒരൊറ്റ അക്ഷരമുള്ള ഒരു വാക്കിന് പോലും സംസ്കൃതത്തിൽ ഒറ്റ അക്ഷരമുള്ള വാക്കുണ്ട്, അതിനൊക്കെ അർത്ഥമുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 അക്ഷരമുള്ള വാക്കുകളുണ്ട്, 3 അക്ഷരമുള്ള വാക്കുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും. അപ്പൊ 2ന്റെ ആവർത്തനം, 2 ഇങ്ങനെ ആവർത്തിച്ചു പോരുന്ന സമയത്ത് ഒരു താളം വരും. വാക്കിലാണ് താളം ഉണ്ടാവുന്നത്, വരികളിലല്ല. ഒരു വാക്കാണ് പട്ടം. പട്ടം എന്നൊരു വാക്കാണ്. പട്ടം 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 പട്ടം. നമ്മളിങ്ങനെ പട്ടം ഇങ്ങനെ നിർത്തി വെക്കാം. 1, 2, 3, 4 പട്ടം 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 പട്ടം. അത് 4 വരി നിർത്തി വെച്ചിട്ട് ചൊല്ലി നോക്കി അതിനൊരു ഈണം വരും. പട്ടം 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 ഇങ്ങനെ വരും. അത് പട്ടം എന്നുള്ളതിന് പകരം നമുക്ക് 1 2 എന്ന് എടുക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. അതൊരു പ്രത്യേക താളം ഫോം ചെയ്യും. അപ്പോൾ ഈ താളത്തിന്റെ അക്ഷരവും അക്ഷരകാലവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് താളത്തിന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് ഈ വൃത്തപഠനം ആകെ നമ്മളെ കുഴക്കുന്ന ഒരു സാധനം. എന്താ അക്ഷരവും അക്ഷരകാലം തമ്മിലുള്ള വ്യത്യാസം? ചില സ്ഥലത്ത് ശൂന്യമായ സ്ഥലം നമ്മൾ വിടും. ആ ശൂന്യമായ സ്ഥലം വിട്ടാൽ പോലും അക്ഷരങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പോലും താളത്തിൽ വ്യത്യാസം വരില്ല. ഇപ്പൊ ഞാൻ ഈ പട്ടം എന്നുള്ളത് വേറെ തരത്തിൽ പാടുകയാണ്. പട്ടം 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 മാനത്തു പട്ടം. അക്ഷരം കുറയുന്നുണ്ട്, പക്ഷെ ആ എന്നുള്ള നീളം കൂടി എടുത്താലേ അടുത്ത വരി കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഓദിത്തിത്താരാന്ന് എടുക്കണമെങ്കിൽ ഈ ശൂന്യമായ സ്ഥലം കൂടെ കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റും. ആ ശൂന്യമായ സ്ഥലത്തിന് ഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വരും പരാ 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 പരാ. അങ്ങനെ അവിടുത്തെ വഞ്ചിപ്പാട്ടിന് ഈണാവും. അതിൽ നിന്ന് ചില സ്ഥലത്ത് നിന്ന് അക്ഷരങ്ങൾ അങ്ങോട്ട് വലിച്ച് ഈണം കൊടുത്താലോ പരാ 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 പരമപാഹിമാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാവാകമാണ്. ഭാവത്തിൽ വലിയ മാറ്റം വരും. ഈ അക്ഷരമാറ്റം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാറ്റാം. നിങ്ങൾക്ക് ശൂന്യമായ സ്ഥലം എവിടെ വേണമെങ്കിലും വിടാം. അപ്പോഴൊക്കെ ഈണത്തിൽ വലിയ വൈവിധ്യങ്ങൾ ഉണ്ടാവും. അതിനെ മുഴുവൻ പേരിട്ട് നിങ്ങൾ വിളിക്കാൻ ശ്രമിച്ചാൽ കഷ്ടത്തിലേക്ക് പോയി വൃത്തം തിരിച്ചു. അതിന്റെ പാട്ടിന് വിട്ടാൽ മതി. പാട്ടിന് വിട്ടേക്കാം. 1000 ആള് പാടുമ്പോൾ 1000 സ്ഥലത്ത് അവർ നീട്ടിക്കോട്ടെ, അവർ 1000 തരത്തിൽ പാടിക്കോട്ടെ.
സാധാരണ നമ്മൾ പിന്നെ എന്താ പറയാ, അങ്കുല പുഴുവിൻ്റെ ഒരു കഥ പറയാം. അടയ്ക്കാക്കിളി പുഴു അടയ്ക്കാക്കിളി സമീപിച്ചിട്ട് പറഞ്ഞു, അങ്കുലപ്പുഴു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അങ്കുലം അളന്നിങ്ങനെ നീങ്ങുന്ന പുഴുവാണ്. അപ്പം അടയ്ക്കാക്കിളിയോട് അങ്കുലപ്പുഴു പറഞ്ഞു, ഞാൻ നിന്നെ അളന്ന് കൃത്യമായിട്ട് അളവ് പറയാം, എനിക്ക് വിലങ്ങനെ അളന്ന് കുത്തനെ അളന്ന് നിന്റെ അളവ് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അടക്കാപ്പുഴു ഇങ്ങനെ അങ്കുലപ്പുഴു അടയ്ക്കാക്കിളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളന്ന് ഇത്ര അങ്കുലം ഇത്ര കൃത്യമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അടയ്ക്കാക്കിളി പറഞ്ഞു, ഞാൻ ഇനി ഒരു പാട്ട് പാടാം, നീ അതൊന്ന് അളന്ന് കാണാം. അടയ്ക്കാക്കിളി പാട്ട് പാടി. അടയ്ക്കാക്കിളിയുടെ പാട്ടിനെ അങ്കുലപ്പുഴയുടെ ഈ അങ്കുലം വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. അതുപോലെയാണ് അക്ഷരങ്ങൾ എഴുതി വെച്ചാൽ അതിന് ഗുരുവും ലഘുവും തിരിച്ചിട്ട് നമുക്ക് അളന്നു വെക്കാം. പക്ഷെ അത് പാടാൻ തുടങ്ങിയാലോ, ഈടത്തിലായാലോ ഒരു നിയമത്തിന് അതിന് പിടുത്തം കിട്ടില്ല. അത് അത്രയും വലിയ സ്വാതന്ത്ര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ താളത്തിന്റെ പഠനത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും ഇഷ്ടമില്ലാത്തതാക്കി മാറ്റിയിട്ട് താളം നമ്മുടെ ശത്രുവാക്കി മാറ്റിയതിന്റെ കാര്യം ഇതാണ്. അതിനെയാണ് ഇപ്പം നമ്മൾ മാറ്റി വെക്കുന്നത്. അത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. താളവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ല. എങ്ങനെയാണ് താളം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു. അധ്വാനമാണ് താളത്തെ നിർണ്ണയിക്കുന്നത്. മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ, ശ്വാസം കഴിക്കണം, ഓരോ പണിയെടുക്കണം. ആ ഓരോ പണിയെടുക്കുന്ന സമയത്ത് അതനുസരിച്ചുള്ള മാറ്റം വരും. കൈക്കോട്ട് കൊത്താൻ നിൽക്കാം. അപ്പോൾ നമ്മൾ ആഞ്ഞ് ഒരു കൊത്തു കൊത്തി മണ്ണ് വലിച്ച് പിന്നോട്ടിട്ട് തെങ്ങിന്റെ തടം തുറക്കുന്നവരെ അല്ലെങ്കിൽ വാഴയ്ക്ക് കുഴിയെടുക്കുന്ന നല്ല പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു 1 2 3 4 1 2 3 4 എന്ന് ആവർത്തിക്കുന്ന ഒരു താളമായിരിക്കും. ആഞ്ഞു കൊത്തി അത്രയും സമയം എടുത്ത് പിറകോട്ടിടുന്നു. രണ്ടിന്റെയും സമയം തുല്യമായിരിക്കും. ശ്വാസം വലിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കൃത്യമായ സ്ഥലത്തായിരിക്കും അവർ ശ്വാസം കഴിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നാട്ടിലൊക്കെ പറയും, അവനെ പണിക്ക് വിളിക്കേണ്ട, അവൻ താളത്തിൽ കഴിച്ചു കിട്ടും പറയും. എന്താ താളത്തിൽ കഴിച്ചിട്ട് പറഞ്ഞാൽ അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ അവൻ ക്ഷീണിക്കില്ല. നേരെ മറിച്ച് NSSന്റെ ക്യാമ്പിലൊക്കെ പോയാൽ നമുക്കറിയാം, ഈ പണിയെടുത്ത് പരിചയമില്ലാത്ത ആളുകൾ NSS ക്യാമ്പിൽ പോയാൽ കൈപ്പോട്ടെടുത്ത് ഒരു ആക്രാന്തം പിടിച്ച ഒരു പുറത്താണ്. 10 മിനിറ്റ് കൊണ്ട് കൈയൊക്കെ പൊട്ടി അവനവിടെ കിടക്കും. അതേസമയം പണിയെടുത്ത് പരിചയമുള്ളവനോ അവൻ ആക്രാന്തമൊന്നും കാണിക്കില്ല. കാരണം അവനറിയാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കൊത്തണ്ടാണെന്ന്. അപ്പം നമ്മുടെ എന്താ പറയുക, ശ്വാസഗതിയെ നിയന്ത്രിച്ച് ആ താളാത്മകമായിട്ട് പണിയെടുക്കുന്ന സമയത്ത് പണി മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് ഈ താളങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഒരു പാട്ടിന്റെ ഈണം കേട്ടാൽ, താളം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആ പാട്ട് എവിടുന്നാണ് ഉണ്ടായിരുന്നത്. അപ്പം ഏന്തി തൊഴയിനടോ ഏറെ നാട്ടിലെ കോരെ എന്ന് പറയുന്നതിന് തുഴച്ചില് അതിന്റെ പിന്നാലെ ഇങ്ങനെ വരും. ആ തുഴയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. ഓരോ പണിക്കും വ്യത്യസ്തമായിട്ട് തൊഴിൽ മാറുന്നതിനനുസരിച്ച് പാട്ടിന്റെ ഈണത്തിലും വ്യത്യാസം വരുന്നത് നമുക്ക് കാണാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മനുഷ്യന്മാർക്ക് വർത്തമാനം പറയാൻ വേണ്ടി പ്രത്യേക അവയവമൊന്നുമില്ല. നമ്മുടെ ഒരു പാട്ടിൽ നമ്മൾ പറയുന്നുണ്ട്, ഭക്ഷണത്തിനായി തുറന്ന ജന്തുവിന്റെ വായിൽ നിന്നു ഭാഷയെന്ന വിസ്മയത്തെ സംസ്കരിച്ചെടുത്തവർ ചക്രവാള സീമകൾക്കുമപ്പുറത്തു കാണുവാൻ ദൂരദർശനങ്ങൾ തന്ന ധീര രക്തസാക്ഷികൾ നമ്മളൊരു പാട്ടിൽ ഉപയോഗിക്കുന്നു. അപ്പം ഭക്ഷണത്തിനായി തുറന്ന ജന്തുവിന്റെ വായിൽ നിന്ന് ഭാഷ എന്ന വിസ്മയത്തെ സംസ്കരിച്ചെടുക്കുക ചെയ്തത്. ഭക്ഷണം കഴിക്കാനുള്ള വായയാണ്, ശ്വാസം കഴിക്കാനുള്ള ഉപകരണമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭാഷയെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ഈ താളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്. അപ്പൊ ഭാഷയുടെ ബാഹ്യതാളത്തെയും ആന്തരിക താളത്തെയും കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ താളത്തെ എടുക്കുന്ന സമയത്ത് ആകെ 3 അടിസ്ഥാന താളങ്ങളും, അതായത് 1 2 1 2 എന്ന് ആവർത്തിച്ചാൽ ഒരു താളം കിട്ടും, 1 2 3 1 2 3 എന്ന് ആവർത്തിച്ചാൽ വേറൊരു താളം കിട്ടും, 1 2 3 4 എന്നും ആവർത്തിച്ചാൽ വേറൊരു താളം കിട്ടും. പിന്നെ ഇതിന്റെ ഒക്കെ മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 2 1 2 3 എന്ന് ആവർത്തിച്ചാലോ അത് മാല കോർക്കുന്ന പോലൊരു പരിപാടിയാണ്. ഒരു മുല്ലയും ഒരു തെച്ചിയും കൂടെ വെച്ചു, പിന്നെ ഒരു മുല്ലയും പിന്നെ ഒരു തെച്ചിയും വെച്ചു, അതൊരു മാലയാണ്. 2 തലമുള്ള പൂവും 3 തലമുള്ള പൂവും വെച്ച് അത് ആവർത്തിച്ച് വെച്ച ഒരു മാലയാണ്. അതുപോലെ 1 2 1 2 3 1 2 1 2 3 എന്ന് ആവർത്തിച്ചാൽ ഒരു താളമാണ്. 1 2 3 1 2 3 1 2 3 എന്ന് ആവർത്തിച്ചാൽ അടിസ്ഥാന താളം തന്നെയാവും. അതേപോലെ 1 2 3 1 2 3 4 എന്ന് ആവർത്തിച്ചാലോ അത് വേറൊരു താളമാണ്. ഇങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളും 3 അടിസ്ഥാന താളവും പിന്നെ അതിന് ചില കൂട്ടിച്ചേർക്കലുകളും ലോകത്തെല്ലാ പാട്ടിലും അങ്ങനെ സാധ്യമാവും. ഇപ്പൊ നമ്മളീ പാടുന്ന തക്കിട്ട ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ അക്ഷരങ്ങൾ അല്ലെ, ഭക്ഷണത്തിനായി തുറന്ന ജന്തുവിന്റെ വായിൽ നിന്ന് തക്കിട്ട. Once there is a dream, the tree was in the hall, the hall was in the ground was in the valley, and the green grass grew, and the green grass grew, and the green grass grew above. ഇതിന്റെ താളം നിങ്ങൾ അമേരിക്കയിൽ പോയാലും കൊറിയയിൽ പോയാലും ചൈനയിൽ പോയാലും താളം മാറില്ല.
താളം ഇന്റർനാഷണലാണ്. താളം അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ലോകത്തെവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അത്ര ലളിതവുമാണ്. അത് കുട്ടികളെ പഠിപ്പിക്കാനും അത്രയും ലളിതമാണ്. ഈ 336 വൃത്തത്തെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ താളം കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പിടികിട്ടും. നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സിലബസിലുള്ള 1-ാം ക്ലാസ്സിൽ ഒന്ന് പോയിട്ട് നോക്കി കുട്ടികളോട്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മിശ്രവും പിന്നെ എല്ലാ താളത്തിലുള്ള പാട്ടുകളും കുട്ടികൾ അതിമനോഹരമായിട്ട് പാടും. അപ്പൊ 1 to 1 to എന്ന് ആവർത്തിക്കുന്ന താളം നമുക്ക് പരിചയമുണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളി കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. 1 to 1 to എന്ന് ആവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ നമ്മൾ ആ താളത്തിൽ തന്നെയുള്ള കവിതകൾ നമുക്കറിയാം. സമയമായില്ല പോലും സമയമായില്ല പോലും, അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ താളം തന്നെ 1 to 1 to 1 to 1 to എന്നിങ്ങനെ ഓർത്താൽ അനന പാറ്റയെ അപ്പാത്തിക്കും അപ്പാത്തിക്കൂട്ടു. നമ്മള് ന്യൂ ജെന്റെ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ട് ഇതിൽ തന്നെയാണ്, ഇതേ താളം തന്നെയാണിത്. നമുക്ക് ആ പാട്ട് ഇതിൽ തന്നെ പാടാൻ പറ്റും. ഈ അടിസ്ഥാനമായിട്ടുള്ള ഈ താളത്തെ ഒരു 10-25 വൃത്തമായിട്ട് നമുക്ക് AR രാജരാജവർമ്മയുടെ വൃത്തമഞ്ജരിയിൽ കാണാൻ സാധിക്കും. എന്താ പ്രശ്നം? ഒരു സ്ഥലത്ത് ഒരു ഗുരു മാറ്റി 2 ലഘുവാക്കി അതിന് വേറൊരു പേര് കൊടുക്കണം. ഒരു സ്ഥലത്ത് വേറൊരു നീട്ടൽ നീട്ടി അതിന് വേറൊരു പേര് കൊടുക്കണം. അങ്ങനെ നീട്ടി ഞാൻ നീട്ടി കൊടുത്തല്ല നിങ്ങൾ നീട്ടുക. അപ്പൊ നമുക്ക് എത്ര നീട്ടിയാലും മതിയാവില്ല. അങ്ങനെ പല പല താളങ്ങളും നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിന് വിസ്മരിക്കലാണ് താളപഠനത്തിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ ജാതി വ്യവസ്ഥയെ ധിക്കരിക്കുന്ന പോലെ തന്നെ അടിയന്തരമായിട്ട് നമ്മളെ ഭാഷാരൂപത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വൃത്തവ്യവസ്ഥയെ നമ്മൾ ധിക്കരിക്കേണ്ടിയിരിക്കുന്നു. വൃത്തവ്യവസ്ഥ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അടിസ്ഥാന താളങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെയും സമൂഹത്തെയും കൊണ്ടുപോകേണ്ടതുണ്ട്. വേറൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പം 3 അക്ഷരമുള്ളൊരു വാക്ക്. അപ്പം ഒരു വാക്ക് പറയാം, വന്നാലും എന്നൊരു വാക്കെടുക്കാം. വന്നാലും 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 ഒരു നമ്മൾ സാധാരണ പാടുന്ന 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ പോകും. ഇപ്പോൾ ഭോജിപ്പാൻ അവസരമില്ലമ്മേ പുത്രമാരണ്യവാസത്തിനു പോകണം. കാകളി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാകളിയായിട്ട് വരും. ആ കാകളി പോലും നമ്മൾ കാകളിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ മാത്ര 5 അക്ഷരം 3 എന്നാണ് പറയുന്നത്. എന്നാൽ കാകളിയിൽ എഴുതിയിരിക്കുന്ന കവിതകൾ നിങ്ങൾ എഴുതും. അതൊന്നും വേണ്ട, എഴുത്തച്ഛന്റെ രചന എടുത്തു നോക്കും, മാത്ര തിരിച്ചു നോക്കും. മാത്ര 5-ൽ നിൽക്കുമോ? ചൊല്ലി വരുമ്പോ മാത്ര 5-ൽ നിൽക്കില്ല. ചൊല്ലി വരുമ്പോൾ ചിലപ്പോൾ മാത്ര 6 പോകും, ചിലപ്പോൾ മാത്ര 4 ചുരുങ്ങും. പല വ്യത്യാസങ്ങൾ വരും, ഈണത്തിൽ പല വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ താളത്തിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു, പക്ഷെ മറ്റത് പിന്നെ 5 മാത്രമല്ലേ വരുള്ളൂ, തക്കത്തക്കിട്ടേ അല്ലേ വരിക, പിന്നെ കാകളിയെല്ലാം മഞ്ചരിയൊക്കെ വരുന്ന സമയത്ത് 5 മാത്രമല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുന്ന എന്തുകൊണ്ടാ വെച്ചാൽ ഈ വൃത്തപഠനം പണ്ട് വൃത്തത്തിൽ പഠിച്ചു വെച്ച നിയമം അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ നമുക്ക് ഈണത്തിൽ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയേ, ശ്രീഭുവനം നാടുകളെ ലീലാക്ഷൻ ചൊല്ലുന്ന വരി നോക്കിയേ, ശ്രീഭുവനം നാടു തോറും നാടു നല്ല. ആ നമ്മളെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചൊല്ലിത്തരുന്ന ഒരു ഈണുണ്ടായിരുന്നു. അന്നൊരു നാളക്കൂറവനക്കുറത്തി തന്നിൽ മെല്ലവെ വീടിച്ചരികിൽ ചേർത്തുകൊണ്ടു ചൊല്ലി, ഇങ്ങനെ ഒരു ഈണുണ്ട്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, ഇങ്ങനെ ചൊല്ലാം. അപ്പൊ ചൊല്ലുന്നതിനനുസരിച്ചിട്ടാണ് ഈ മാത്രയുടെ എണ്ണം കണക്കാക്കിയിട്ടല്ല, ചൊല്ലുന്നതിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് 1 2 3 1 2 3 എന്ന് പറയുന്ന താളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന, ഞാനതിന് സാധാരണ വിളിക്കാം കാകളി കുടുംബം എന്നാണ് വിളിക്കുക. 3 അക്ഷരങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു കാകളി കുടുംബം. അതിന് നിങ്ങൾക്ക് 1 2 1 2 3 ആയിട്ടും ചൊല്ലാം, 1 2 3 1 2 3 ആയിട്ടും ചൊല്ലാം. ഒരേ കവിത തന്നെ നോക്കൂ. നേരത്തെ എടശ്ശേരിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, കെട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നൊട്ടു ചിലമ്പി കലമ്പലുകൾ അയ്യയ്യവരവമ്പിളി പുങ്കലമീലണഞ്ഞ കരിമ്പൂതം. 1 2 3 1 2 3 അങ്ങനെയാണല്ലോ. ഇതേ വൃത്തം തന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കും, കച്ചിയ മുരൊഴി ചുക്കി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്
മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നന്നേലി. അവിടെ അതിന് പതിഞ്ഞ കാലത്തിലാണ് വരിക. എന്താ വെച്ചാൽ അതിന്റെ ഭാവം അങ്ങനെയാണ്. നമുക്ക് മറിച്ച് പാടാം, കാച്ചിയ മോരൊഴി ചൊട്ടി വട്ടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എങ്കിലാ വിളിച്ച് പോകുന്ന മാതിരി കുട്ടി പഠിച്ചു. അപ്പൊ ഒരു കവിതയ്ക്കുള്ളിൽ തന്നെ ഈ മൂന്നിന്റെയും 1 2 3 1 2 3 1 2 1 2 3 രണ്ട് സാധനമാണ്. തകിടയും തകിട്ട എന്നുള്ളതിന്റെ ആവർത്തനമാണ് ഈ വരുന്നത്. അതിനെ ഒന്നായിട്ട് കണക്കാക്കിയാൽ മതി എന്നാണ് എന്റെ വാദം. അതിനെ കാകളി കുടുംബം എന്ന് കണക്കാക്കിയാൽ മതി. എന്താണ് വ്യത്യാസം? രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ അതിൽ വരും. ചിലപ്പോൾ രൗദ്രമായിട്ടുള്ള ഭാവങ്ങൾ വരും, ചടുലമായിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ വരും. എന്ന് പറയുമ്പോ അത് ഭയങ്കര ശക്തമായിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ടാവും. വേറെ ഒരു സ്ഥലത്ത് ചേതന പോലവേ കാത്തതല്ലേ ചേലണിപ്പാവകളെ ചേറാണ്ടൊരന്റെ കൈ തൊട്ടുപോയാലൊട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ. അവിടെ ചേച്ചി അനിയത്തി തമ്മിലുള്ളൊരു സംഭാഷണമുള്ള കൊച്ചനുജൻ എന്നുള്ള കൊച്ചനുജൻ കഥയിൽ ഇടശ്ശേരിയുടെ അവിടെ ഇതിന്റെ ഭാവം മാറുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഭാവത്തിന് ഒരു താളത്തിന്റെ പേര് പറഞ്ഞാൽ മതി. തക്കിട്ട 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ മതി. ആവശ്യത്തിനനുസരിച്ച് അത് ചിലപ്പോൾ തകതകിടിയാവും, ചിലപ്പോ തക്കിട്ടി ആയിട്ട് മാറും എന്ന് അർത്ഥം. ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ നമ്മള് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് ഇതേ തളത്തിൽ പോകുന്ന കിഴക്കുതിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തുന്ന നേരത്ത് മുരുക്കൻ തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാ. അത് ആ പാട്ടുകളൊക്കെ അതിലാണ്. നമ്മളെ പാട്ടൊക്കെ സായിപ്പൂ പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ നമുക്ക് സായിപ്പിൻ ഭാഷയിലല്ലാതെ നാടു ഭരിക്കുവാനാവില്ലല്ലോ എന്ന് പറയുന്ന തങ്കപ്പണ്ണന്റെ പാട്ടില് SP അല്ല അങ്ങനെ അതിൽ തന്നെ അതിന് നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സാക്ഷരതാ കാലത്ത്. ഓ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഓ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ ഹേലോ ഹേലിലേലോ അരപ്പ കുന്നം വടി കുത്തിക്കുന്നും മലം കയറി പോണതിപ്പോ ഞാനാണേ കുന്നും ചേരിയിലെ അക്ഷര സംഘത്തിൽ പോണതാണേ എന്താണ്ടോ കുഴിയിലിറക്കുമ്പം അക്ഷരം കുത്തിപ്പിടിക്കാനോ അല്ലംബ്ര കുയ്യിലിരിക്കുമ്പം വല്ലതും വായിച്ചിരിക്കാലോ എന്ന് പറയുന്നത് നമ്മൾ സാക്ഷരതന്റെ ഒരു ആവശ്യത്തെ പറഞ്ഞൊരു പാട്ടായിട്ട് ഇതാണ്. ഇത് തന്നെ ഇതിന്റെ താത്ത് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇരുട്ടത്തിരുന്ന മടുത്ത നമ്മള് വെളിച്ചം എന്താണെന്നറിഞ്ഞേ വെളിച്ചം നമ്മളെ കഴുകി നിന്നപ്പോൾ തളർന്ന മുഖങ്ങൾ വിരിഞ്ഞേ എന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ ഒരു രീതിയിൽ നമ്മൾ തന്നെയുണ്ട്. നമ്മുടെ പാട്ടുകളിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച ഒരു വട്ടം മഴ കുറഞ്ഞേ പുഴ വരണ്ടേ വിളവുണങ്ങുന്ന തമ്പ്രാനെ കാടരിച്ച് കലങ്കരിക്കാൻ കടന്തരാലോ കുട്ടപ്പ പൈക്കണച്ചായെന്നു കരഞ്ഞ് മക്കൾ ഉറങ്ങി തമ്പ്രാനെ പട്ടുടുപ്പിൽ കസവു തുന്നാൻ കടന്തരാലോ കുട്ടപ്പ നാട്ടിലാർക്കും പണിയില്ലാതെ നടുവൊടിയുന്ന തമ്പ്രാനെ പണിയില്ലെങ്കിൽ പണി തുറച്ചത് കടന്തരാലോ കുട്ടപ്പ ദണ്ണം വന്ന് പിടഞ്ഞ് മരിക്കുമ്പം മരുന്നില്ലല്ലോ തമ്പ്രാനെ കാറും ഫ്രിഡ്ജും VCR-ഉം കടന്തരാലോ കുട്ടപ്പ അങ്ങേ കൊമ്പത്ത് മൂങ്ങയിരുന്ന് കണ്ണുരുട്ടുന്ന് തമ്പ്രാനെ അറ്റം ബോംബും വാഹിനിക്കപ്പലും കടന്തരാലോ കുട്ടപ്പ. വണ്ടുപുരയിൽ നമ്മൾ ഉപയോഗിച്ചൊരു പാടാണ്. തമ്പ്രാൻ ചത്തിട്ടും തമ്പ്രാട്ടി ചത്തിട്ടും തമ്പാനൂരിപ്പോഴും തമ്പാനൂര് അങ്ങനൊരു കഥ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ ഇതൊക്കെ ഈ 1 2 3 1 2 3ന്റെ പല പല സാധ്യതകളാണ്. അപ്പൊ സാധാരണ നമ്മൾ അങ്ങനത്തെ താളത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കവിതയാണ് സാധാരണ ഉപയോഗിക്കുക. അതിന് പകരം നമ്മളെ പാട്ടുകളിൽ ഉപയോഗിച്ചെന്ന് മാത്രം. അതിന്റെ തന്നെ ചടുലമായിട്ടൊരു കാര്യം നമ്മൾ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. അക്ഷരം വെളിച്ചമാണ് പൊള്ളലാണ് അക്ഷരം പടയ്ക്കൊരുങ്ങി നിൽപ്പവന്റെ മൂർച്ചയാണ് അക്ഷരം ചെവിച്ച കാതിലിയണിട്ടടച്ചതും
അക്ഷരം ശവിച്ച ചുണ്ടു കണ്ടു ചേർത്തറുത്തതും അമ്പു തൊട്ട പെരുവിരൽ കടക്കൽ വെച്ചറുത്തതും കൂരിരുട്ടിൽ നമ്മൾ എത്ര തലമുറകളിഴഞ്ഞതും ഓരടിച്ച സന്ധ്യകളിൽ ചോര വർന്നു വീണതും പിന്നെ ഈ വെളിച്ചമേന്തി മുന്നിൽ നാം കുതിച്ചതും ഒക്കെ വീണ്ടും ഓർക്കണം, വിളക്കു കാത്തിരിക്കണം, കാറ്റു വീശിയെത്തുമീ ഇരുട്ടു ചിന്തിയെറിയണം. ഇത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു നമ്മൾ സാക്ഷരതയായിട്ട് ബന്ധപ്പെട്ട ഒരു കലാ സംഗീത ശില്പത്തിൽ താളുന്തകരിഞ്ഞല്ലോ കുഞ്ഞ ഏനക്കേടു പറയല്ലെൻ്റെ അമ്മേ, ചക്കക്കാലം കഴിഞ്ഞല്ലോ കുഞ്ഞ ചങ്ങി കുത്തി പറയല്ലെൻ്റെ അമ്മേ, പുള്ളിക്കിഴങ്ങും കഴിഞ്ഞല്ലോ കുഞ്ഞ പുള്ളിവാക്കൊന്നും പറയല്ലേ കുഞ്ഞ, പുള്ളിവാക്കൊന്നും പറയല്ലെൻ്റെ അമ്മേ, ഈറമ്പനം കഞ്ഞി തീർന്നല്ലോ കുഞ്ഞ ഈറ പിടിക്കുമ്പം മിണ്ടല്ലെൻ്റെ അമ്മേ. അത് വേറെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഭാവത്തിലാണ്. ഇതന്നെ നമ്മൾ ഇതിന്റെ അവസാനം വേറൊരു തരത്തിലാണ് ഈ പാട്ട് അവസാനിച്ചത്. താതെയ്യാരും തകതെയ്യാരും നീ വരേണം നീയും വരേണം നിങ്ങളും പോരെന്റെ കുഞ്ഞാത്തോലെ, നീ വരേണം മരക്കാരുട്ടേ നീ നിങ്ങളും പോരെന്റെ കുഞ്ഞിത്താത്തേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷനിൽ നമ്മൾ വേറൊരു തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ താളത്തിൽ നമ്മൾ സാധാരണ സിനിമ പാട്ട് നമുക്ക് പറയില്ലേ, കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കിട്ടുന്ന ആ താളത്തിൽ അതുകൊണ്ടാണ്. അത് ഇതിന്റെ താളം നമ്മൾ തകതകിടയിൽ എടുത്തിട്ട് നമ്മൾ വേറെ നമ്മളൊരു സംഗീത ശില്പിച്ച് കൂട്ടുകാരാ എന്റെ മാറിൽ നിന്നും നീ പറിച്ചെടുക്കുന്നതു പച്ചമാംസം വേട്ടയാടി പിടിച്ചേറുമാടം തീർത്തു കാട്ടിലിരുട്ടിൽ ഗുഹയിൽ കഴിഞ്ഞ നാൾ തീരാ പശിമകൾ നോക്കി നാം പിന്നിട്ടൊരായിരം നദികളുടെ പച്ചത്തടങ്ങളിൽ തളരും പ്രതീക്ഷയ്ക്കു തോളുതന്നെപ്പോഴും മുന്നിൽ നടന്നവളാണു ഞാൻ. നഗരവും നാടും കിരീടവും ഭരണവും നിയമം ചരിത്രവും കവിതയും ദൈവവും നീ കൈയടക്കുന്നു പടനിലം തോറും. ഇത് തന്നെയാണ് വേറെ സ്ഥലത്ത് നമ്മൾ വയ്ക്കുന്നത്. പൂവാലിപ്പയ്യന്റെ ജാതി എന്തമ്മേ, പൈക്കൾക്കു പൈക്കളെന്നുള്ളതേ ജാതി, ഉച്ചകൾക്കെത്ര മതങ്ങളുണ്ടമ്മേ, ഉച്ചകൾക്കൊരു മതം മ്യാവൂ മ്യാവൂ, കാക്കകൾ മുൾവേലി മാറിക്കടന്നാൽ പരദേശിയാകാത്തതെന്തുകൊണ്ടമ്മേ, ജീവികൾക്കിത്തരം ഭേദമില്ലുണ്ണി, മണ്ടത്തരങ്ങൾ മനുഷ്യർക്ക് മാത്രം എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ എന്തിനും ഈ പാട്ടുകൾ തന്നെ ഇനി യാത്ര പറയട്ടെ ഞാൻ അനാഥൻ എന്ന് പറഞ്ഞ നമ്മുടെ ആരാണ് ഇന്ത്യക്കാർ എന്നുള്ള നാടകത്തിലെ പാട്ടില് ഒക്കെ നമ്മൾ ഈ താളം ഉപയോഗിക്കുന്നത്. 1 2 3 ഉള്ള താളം ഇത് തന്നെയാണ് നമ്മൾ തകതകിടയിലെ വേറെ ചടുലമായിട്ടുള്ള രീതിയാണ്. മജടയിലർക്കന്റെ ചിരിയേറ്റുവാങ്ങുന്നൊരു തുങ്ക ശിക്ഷയാണ് എന്റെ നാട്. ആ പാട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ പാടിയ മറ്റേ കണ്ണൂരിന്റെ ടീം ഇന്നലെ പാടിയല്ലോ, കെട്ടടങ്ങാത്ത സ്വാതന്ത്ര്യദാഹമായി കടലിരമ്പുന്നു കടലാത്തിരമ്പുന്നു. അത് താളം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പൊ നേരത്തെ പാടില്ലേ, തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം എന്ന് പറയുമ്പോൾ ഇതേ താളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുലി നിന്നെയോടിച്ചു കൊണ്ടുവന്നു ഞാൻ നിന്നെ മുടിയിൽ മറച്ചു വെച്ചു, വഴിയിൽ നീ ദാഹിച്ചു വീണാളിൽ ഞാൻ മുലപ്പാലായി ചുരന്നു നിന്നും, പനിയിൽ വിറച്ചു നീ ഞാൻ പുതപ്പായി, ചൂടിൽ ദഹിച്ചു നീ ഞാൻ തണുപ്പായി, എന്നതൊട്ടാണേതു കാട്ടിൽ വെച്ചോ എന്നെ നീ വേട്ടയാടാൻ തുടങ്ങി. ലിംഗനീതിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സംഗീതത്തിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഒരു നാടകത്തിന്റെ അവസാനം നമ്മൾ ചോദിച്ചാൽ പകുതി ആകാശവും പകുതി മണ്ണും പകുതി നഗരം പകുതി നാടും എന്റേത്, പകുതി ചരിത്രവും പകുതി വിജയങ്ങളും പകുതി രാവും പകുതി പകലും എന്റേത്. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന താളം ഇത് തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞ ഇന്ത്യയുടെ മകളിൽ ഇല വന്നു മുള്ളിലോ മുള്ളു വന്നിലയിലോ വീഴട്ടെ പക്ഷേ ഇതെന്തുകൊണ്ട്,
ഇലയാണ് തളിരാണ് കീറാൻ എളുപ്പമാണെന്നാത്മവീര്യം കെടുത്തി നിങ്ങൾ. പെണ്ണായ പുലിയുണ്ട്, പെൺസിംഹമുണ്ട്, പെൺകടുവയുടെ ക്രൗര്യം മറച്ചു നിങ്ങൾ. കഥയേതിലും ഞങ്ങൾ മുയലായി, മയിലായി, മാനായി, ഇരയായി വീണുപോയി. ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള താളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൈവിധ്യങ്ങളെയൊക്കെ 1 2 3 1 2 3 എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിൽ വെച്ച് നമുക്ക് പരിചയപ്പെടുത്താം, കുട്ടികൾക്ക് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതിന് 1000 പേരുണ്ട്, 1000 നിർവചനങ്ങൾ നൽകി കുട്ടികളെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. അടുത്ത ഒരു താളം എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നുള്ളൊരു താളമാണ്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഞങ്ങളെ കോഴിക്കോട് ഭാഗത്തൊക്കെ കണ്ട് നമ്മൾ കളിക്കുന്നൊരു കളിയുണ്ട്. വരക്കൽ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 8 വരാം എന്ന് വരയ്ക്കും. സ്റ്റേറ്റിൽ നിങ്ങൾ കളിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ വരക്കൽ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 8 വരാന്ന് പറഞ്ഞ് എണ്ണി നോക്കിയാൽ 8 വര കിട്ടിയിട്ടുണ്ടാവും. അത് വരക്കൽ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടായിട്ടൊന്നുമില്ല, ആ താളത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. വരക്കൽ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 8 വരാന്ന് പറയുമ്പോൾ 1 2 അങ്ങനെ ഒരു 8 വര വരെ ഒരു പിന്നെ ഇതുണ്ടല്ലോ, എന്താ പറയാ, 2 ചൊല്ലുകൾ നമ്മൾ ചേർത്ത് വെച്ചാൽ കാള കിടക്കും കയറോടും കടലിൽ വീണു പൊൻകിന്നു. അത് 2 കടങ്കഥകളായിട്ട് പറയുന്നതാണ്. കാള കിടക്കും കയറോടും കടലിൽ വീണു പൊൻകിന്നു. ചേർത്ത് വെച്ചാൽ 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ അവർക്ക് ചൊല്ലും. ഈ ഒരു ഈണം നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ കാള കിടക്കും കയറോടും കടലിൽ വീണു പൊൻകിന്നു. നമ്മളെ മനസ്സിൽ ഒരുപാട് ഈണങ്ങൾ നമുക്ക് വരും. കുട്ടികളോടൊക്കെ സ്കൂൾ പഠിച്ചു എല്ലാം പറഞ്ഞാൽ അവർ ഒരുപാട് ഈണങ്ങൾ പറയും. തിങ്കിൾ തിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ഹാവ്. സാറേ സാമ്പാർ, സാറിന്റെ വീട്ടിൽ കല്യാണം, എണ്ണാമെങ്കിൽ എണ്ണിക്കോ ലക്ഷം ലക്ഷം പിന്നാലെ, നെയ്യഭിഷേകം സ്വാമിക്ക് കയറ്റിവിടയ്യ മേലേക്ക്. ഇങ്ങനെ കുറേ ഈണങ്ങൾ നമുക്ക് വരുന്ന കുറേ ഈണങ്ങൾ 1 2 3 4 1 2 3 4 എന്നുള്ള ഈ ഈണത്തിൽ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ. അപ്പൊ അതില് 1 2 3 4 ആണത്. നീയല്ലാതാരും എന്നുടെ പ്രണയക്കുടയിൽ ചിറകെട്ടാൻ, നീയല്ലാതാരും എന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവെക്കാൻ, നീയല്ലാതാരും നിത്യം നിത്യം കത്തെഴുതാൻ. 1 2 3 4 1 2 3 4 എന്റെ ആവർത്തനാണ് 1 2 3. നമ്മൾ പാട്ടിൽ ഇന്നൊരു നേരിൻ തെളിമുഖമായി നാം അറിയും നിന്റെ ഒരിരുൾമുറിയിൽ, തിരികെ പിൻവഴി 3 കടന്നൊരു പരദേശി പടവാളുന്നു. 1 2 3 4 നമ്മൾ ആ പാട്ട് ഒരു പാടി നമ്മൾ കേട്ടു. നമ്മുടെ തന്നെ ഒരു 1 എന്നുള്ള നാടകത്തിൽ ഒരൊറ്റ വീട് നമുക്ക് പാർക്കാൻ മുരളി ട്യൂൺ ചെയ്ത പാട്ടാണ്. ഞാൻ ഈ പാട്ട് പറഞ്ഞും മുരളിക്ക് ദേഷ്യം പിടിക്കുന്നു. കാരണം ഓൻ ട്യൂൺ ചെയ്ത് വെച്ച തരത്തിലൊന്നല്ല ഞാനിത് പാടുന്നത്, താളം മാത്രമേ നോക്കുന്നുള്ളൂ. ഒരൊറ്റ വീട് നമുക്ക് പാർക്കാൻ, ഒരൊറ്റ നീളം ഒരു കൂടൽ, ഒരൊറ്റ സൂര്യൻ ഒരൊറ്റ അമ്പിളി, ഒരൊറ്റ ഭൂമി ഒരു ജീവൻ. 1 2 3 4 1 2 3. കാട് പൂക്കണ കാലത്ത്, മല ചോക്കണ കാലത്ത്, തെന കൊയ്യണ കാലത്ത്, കുത്തരി വീഴണ കാലത്ത്, ചോല വറ്റണ കാലത്ത്, മീൻ പൊളയ്ക്കണ കാലത്ത്, ഒറ്റലു കുത്തണ കാലത്ത്, ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്നാലോ എന്നാണ് പാട്ട്. നമ്മൾ പണ്ട് മറ്റേ ഔഷധ നിയമങ്ങൾ, പാറ്റന്റ് നിയമം വന്ന സമയത്ത് ഒരു പാട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പാറ്റന്റിന്റെ നിയമമൊക്കെ മലപ്പുറം ജില്ലയിലുള്ള സ്കൂളിലൊന്നും പോവാത്ത വളരെ എന്താ പറയുക വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാത്ത ആൾക്കാരോട് പറയണം. അപ്പൊ അതെങ്ങനെയാ പറയാന്ന് ആലോചിച്ചപ്പോൾ നമ്മളതൊരു പാട്ടിന്റെ രൂപത്തിൽ ആണ് പറഞ്ഞത്. കുഞ്ഞീത്താത്തെ നിങ്ങള് കേട്ടോ ഞമ്മളെ മൂപ്പര് പറയാണ്, പേറ്റന്റ് എന്നൊരു നിയമണ്ടോലും ഞമ്മക്കൊന്നും തിരിയൂല, ഞമ്മളെ നാട് കുരുമാലാക്കാൻ വെള്ളക്കാരുടെ നിയമാണ്, കള്ളഹിമാറുകൾ പിന്നെയും നാട്ടില് കൊള്ള നടത്താൻ നോക്കാണ് കുഞ്ഞീത്താത്തെ. അങ്ങനെ 1 2 3 4 ആ പാട്ട്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ വായനശാലയിലേക്ക് വരുന്നതെങ്കിലും ദൈവമേ, അതും VKC ചെയ്ത ആ പാട്ടും പിന്നെ 1 2 3 4. അരുതായ് മകളോടെതിരറിയിക്കാൻ ഒരു പുരികക്കൊടി മതിയാകും എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. തെറ്റിന് നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും. നമ്മളൊരു
നാടകത്തിൽ ഉപയോഗിച്ചത്. അതും ഇതിലുള്ള പാട്ടാണ്. തേൻ തേടി പോയതു നീയാണെന്നോ തകതീതു, തെന തേടി പോയവളികളാണല്ലോ തകതകതീരും, മുരളും തീക്കണ്ണിനു കുറുകെ കാവൽ നിന്നതു നീയോ തകതേ, ഇടയുന്ന വിഷത്തിനു കുറുകെ ഇവളാണല്ലോ തകതകതീരും, ഒരു പടവാളിനു കുറുകെ നീയാണെന്നോ തകതീരും, നൂറുകളിൽ പച്ചമരുന്നായി ഇവളാണല്ലോ തകതകതീരും. നമ്മൾ സാധാരണ ഈ ജെൻഡറായിട്ടുള്ള തർക്കങ്ങളിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആണുങ്ങളാണ് അത് ചെയ്തത്, ആണുങ്ങളാണ് യുദ്ധം ചെയ്തത്, ആണുങ്ങളാണ് കീഴടക്കിയത്, ആണുങ്ങളാണ് അതുണ്ടാക്കിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പുറത്ത് സ്ത്രീ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ പകരം വെച്ചുകൊണ്ട് നമ്മൾ ആ പാട്ടിൽ പറയണം. തേൻ തേടി പോയതു നീയാണെന്നോ തകതീതു, തെന തേടി പോയവളിവളാണല്ലോ തകതകതീരും, മുരളും തീക്കണ്ണിനു കുറുകെ കാവൽ നിന്നതു നീയോ തകതേ, ഇഴയുന്ന വിഷത്തിനു കുറുകെ ഇവളാണല്ലോ തകതകതീരും, പോരിൽ പടവാളിനു കുറുകെ നീയാണെന്നോ തകതീരും, നൂറുകളിൽ പച്ചമരുന്നായി ഇവളാണല്ലോ തകതകതീരും, കൊട്ടാരം കൊട്ടളമുയരെ കെട്ടിയുയർത്തിയതും നീയെന്നോ, തറമണ്ണിലുറയ്ക്കാനിടയിൽ ചോരയൊടുക്കിയതിവളാണല്ലോ എന്നാണ് ആ പാട്ട് പ്രത്യേകത. ഇതാണ് 1 2 3 4 എന്ന ഒരു ഘടനയിൽ ഉള്ള പാട്ടുകൾ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് 1 2 3 4ലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന മറ്റേ നമ്പ്യാരുടെ, കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടാണ്. എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരനരുളിയ പോലെ, തുള്ളൽക്കാരൻ പലതും പറയും എല്ലോളം തുളി പറയുകയില്ല. അങ്ങനെ നമുക്ക് അന്വയിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1 2 3 4 1 2 3 4 എന്നുള്ളതിന്റെ ആ ഘടന ഒരു ഭാഗത്ത് 4ഉം മറുഭാഗത്ത് 4ഉം ഉണ്ടോ. അപ്പൊ നിങ്ങൾ എത്ര സ്പീഡിൽ എത്ര ചടുലമായിട്ട് ഇത് പാടിയാലും താളത്തിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇടങ്ങി നിൽക്കുന്ന താളങ്ങളായിട്ടുള്ള ചില സാധനങ്ങൾ അത് വേഗത്തിൽ വളരെ ചടുലമായിട്ട് ചൊല്ലുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ മാറിപ്പോകും. ഉദാഹരണത്തിന് മിശ്രിതത്തിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തകതകിട എന്ന് പറഞ്ഞ ഒരു മിശ്രിതമാണ്. കാകലി കുടുംബത്തിൽപ്പെട്ട തക്കിട്ട ആവർത്തിക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു വരി നമുക്ക് എന്തായി പോകും, ഭാവത്തിന്റെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി നമ്മൾ അവയാതെ തന്നെ തകതകിടിലേക്ക് പോയി പോകും പതിഞ്ഞ കാര്യത്തിലേക്ക്. അപ്പൊ തകതകിടിയും തക്കിട്ടയും ആവർത്തിച്ച് ഒരേ കവിതയിൽ തന്നെ ചൊല്ലാവുന്ന തരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ വേറെ വളരെ പ്രബലമായിട്ടുള്ള വേറെ ഒരു മിശ്രിതാണ് 1 2 3 1 2 1 2 എന്ന്, അല്ലെങ്കിൽ 1 2 3 1 2 3 4 എന്ന് നമ്മൾ പറയും. അതായത് 3ഉം 4ഉം കൂടെ ചേർത്ത് വെക്കുക. അക്ഷരങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ കവിതയിൽ സാധാരണ ചെയ്യുന്നത് 3 2 2 എന്ന് ചേർത്ത് വയ്ക്കും. 1 2 3 1 2 1 2 1 2 3 1 2 1 2 1 2 3 1 2 1 2 1 2 3 1 2 1 2. നമുക്ക് ഏകദേശം ഒരു ഈണം കിട്ടും അല്ലേ? നമ്മൾ പഠിച്ച കുറെ കവിതകൾ നമുക്ക് അതിന് കിട്ടും. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാഞ്ഞോ എന്ന പുള്ളിയുടെ അരിയില്ലാഞ്ഞിട്ടുള്ള കവിത. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക എന്ന് പറഞ്ഞിട്ടുള്ള കവിത. വൃത്തത്തിന്റെ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഈ കവിതയെ നമുക്ക് മനസ്സിലായി താളം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന നിയമം കേട്ടാണ് തല അറിയുന്നത്. 3ഉം 2ഉം 2ഉം 3ഉം 2ഉം 2 എന്നെടുത്തുക 14 6 ഗണം പാദം 2ലും ഒന്നുപോൽ നടുക്കുയതി പാതാതി പൊരുത്തം ഇത് കേക എന്ന് പറഞ്ഞു. ആകെ കൂടെ 3 2 2 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും. മുക്കുറ്റി മുല്ല തെച്ചി അത് ഇങ്ങനെ ചേർത്ത് വെച്ചാ മുക്കുറ്റി മുല്ല തെച്ചി മുക്കുറ്റി മുല്ല തെച്ചി വെച്ചാ ഒരു ഈണേ ആ ഈണുള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ തന്നെ വലിയൊരു മാറ്റം വരും അത് ചടുലമായിട്ട് ചൊല്ലുന്ന സമയത്ത്. 1 2 3 1 2 3 4 1 2 3 1 2 3 4 അങ്ങനെ ചെല്ലുമ്പോൾ അതിന്റെ ഭാവം മാറി. മുക്കുറ്റി മുല്ല തെച്ചി മുക്കുറ്റി മുല്ല തെച്ചി മുക്കുറ്റി മുല്ല തെച്ചി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാവം ആകെ മാറി. മുക്കുറ്റി മുല്ല തെച്ചി മുക്കുറ്റി മുല്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? 1 2 3 1 2 1 2 എന്നുള്ളതിന് പകരമായിട്ട് 1.5യും 1ഉം 1ആയിട്ട് മാറുക ചെയ്യുന്നത്. നമുക്ക് തടമനിക്കയുടെ കവിത എടുത്ത് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ എന്ന് പറയുമ്പോൾ നിങ്ങ 1.5 അക്ഷരമുള്ള അവിടെ. നിങ്ങൾ എന്റെ 1.5 1 1 എന്നുള്ള സ്ഥലത്തേക്ക് പോവാണ്. മറ്റൊരുത്താകുമ്പോഴോ 1 2 3 1 2 1 2 എന്ന് പറയുമ്പോൾ 3 2 2 എന്ന് പറയാണ്. അതിന്റെ എണ്ണത്തെ നേർപകുതിയായിട്ട് മുറക്കുകയാണ് ചെയ്യുന്നത് ഈ ചടുലമായിട്ട് വരുന്ന സമയത്ത്. 1.5 1 1 എന്നാണ്.
ഇത് രണ്ടും ഒരേ താളഘടനയിൽ തന്നെയാണ്. രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ പിന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടി കവിതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു താളഘടനയാണ്. ഇതിന് രണ്ടിനെയും നമ്മൾ ഒരു കേക കുടുംബം എന്ന് പേരിട്ടാൽ മതിയാവും. നമ്മുടെ എന്താ പറയാ, തോറ്റം പാട്ടുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. നിന്നെഴുന്നള്ളി വരികന്റെ കരിങ്കുട്ടിയേ, നിനക്കു വരാൻ നല്ല സമയമല്ലിപ്പോൾ. അരുണ്ണി ദേവതേ നിന്റെ അച്ഛനാകുന്നു, ആരുണ്ണി ദേവതേ നിന്റെ അമ്മയാകുന്നു. തക്കിട്ട തക്ക തെമി തക്കിട്ട തക്ക തെമി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭഗവതിത്തറയുടെ പുറപ്പാട് താളം നോക്കിയാൽ എന്ന് പറയുന്ന ആ പുറപ്പാട് താളം ഭഗവതി എഴുന്നള്ളി വരുന്നതിന്റെ പുറപ്പാട് താളാണ് ഭഗവതിത്തറയുടെ. ഇതേ താളത്തിലാണത്. കരിഞ്ചൂരൽ മലയിൽ നിന്നും പുറത്തിയെത്തുന്നു എന്ന് പറഞ്ഞ ആ താളം തന്നെയാണ് ഇതിൽ വരുന്നത്. രണ്ടുത്തരമുണ്ട്. ഇത് തന്നെ അതിന്റെ പകുതിയിലാണ് എടുത്ത് നോക്കിയോ അതിന്റെ ഭാവമാകെ മാറി. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ തക്കിട്ട തക്കത്തി. ഇതിന്റെ താളം. പക്ഷെ കരിഞ്ചൂരൽ മലയിൽ നിന്ന് പുറത്തെത്തുന്നുള്ളതിന്റെ ഭാവമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു പാടായിട്ട് തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. അതേ താളാണ്. നമ്മൾ പച്ചത്തിന്റെ ജാഥയിലും ഇത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു പുടുക്കം നിറ കൊണ്ടൊരു പാതിരാക്കല്ലോ, പതുക്കെ പരദേശി കെട്ടുകെട്ടുന്നു, മടിക്കുത്തിഞ്ഞൊറികൾ വാരിയിരന്നു കേഴും പെറ്റ നാടേ. തോറ്റുപോയൊരു തൂതിൽ വീണ്ടും ഈടുവെച്ചോ തമ്പുരാക്കൾ. നമ്മളെപ്പോഴും നമ്മളെ ക്ലാസ്സുകളൊക്കെ പാട്ടുകളും ക്യാമ്പുകളൊക്കെ അവസാനിപ്പിക്കുന്ന പുണ്യഭൂമിയുടെ തേങ്ങലിന്റെ അവസാനത്തെ പാട്ട്. പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണര്, പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണര്. ഇതും അതേ താളത്തിനാണ് തക്കിട്ടക്കത്തിമി എന്ന് പറയുന്നത്. ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് അത്രയേ ഉള്ളൂ. ഈ താളത്തിന്റെ അടിസ്ഥാന താളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കണമെങ്കിൽ ഇപ്പൊ മിക്കവാറും നമ്മളെ കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ താളങ്ങൾ അറിയുണ്ടാവും. ഈ പഠിക്കണമെങ്കിലും വളരെ എളുപ്പമാണ്. ഞാൻ സ്കൂളിലൊക്കെ ചെയ്യാൻ ഇതുണ്ട്. ഇതൊരു സംഗീതോപകരണമാണ്, മ്യൂസിക്കൽ ഉപകരണമാണ്. അവിടുന്ന് കുട്ടിയൊരു കല്ലാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും കല്ലെടുത്തിട്ട് സ്കൂളിലെ ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ട് കയ്യിൽ കൊടുത്തിട്ട് അവരോട് ഈ താളം പിടിക്കാൻ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് പിടിച്ചോളും താളം. അങ്ങനെ അത്രയും എളുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. 1 മണിക്കൂറോടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളെ ഈ താളം മുഴുവൻ പഠിപ്പിക്കുകയും മാത്രമല്ല വേണമെങ്കിൽ അവർ താളത്തിൽ പാട്ടുകൾ ഇങ്ങോട്ട് ഉണ്ടാക്കി തരും. പൂക്കളുടെ പേര് വെച്ച്, കുട്ടികളുടെ പേര് വെച്ച് ഒക്കെ പാട്ടുകൾ അവർ ഇങ്ങോട്ട് ഉണ്ടാക്കി തരും. വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എന്താണ് ഈ പാട്ടിന്റെ പുതിയ കാലത്തിന്റെ പ്രസക്തി? അതുകൊണ്ട് പറയാൻ പ്രസക്തി. നമുക്ക് നമ്മുടെ കലാരൂപങ്ങളൊക്കെ തന്നെ പഴയ ഒരു രീതി, ഞാൻ പറഞ്ഞല്ലോ കാർഷിക ഉപകരണമായിരുന്നു താളം, വീണം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നെല്ല് ഞാറ് നടാൻ പോകുന്ന സ്ത്രീകളൊക്കെ പാട്ട് വടക്കൻ പാട്ട് പാടിയിട്ടാണ് ഞാറ് നടുക. അങ്ങനെ നമുക്ക് അരയ്ക്കാനുള്ള പാട്ടുണ്ട്. അങ്ങനെ ഓരോ പണിക്കും കല്യാണത്തിന്റെ ഓരോ പണികൾക്കൊക്കെ വേറെ വേറെ പാട്ടുകളുണ്ട്. പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് പാടാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു. അതായത് ഞാറ് നടാൻ വേണ്ടി ആളുകൾ വിളിക്കുമ്പോൾ, തൊഴിലാളികൾ വിളിക്കുമ്പോൾ ശ്രുതിപ്പെട്ടി വെച്ച് നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയുമെന്ന് ചോദിച്ചിട്ടല്ല അവരെ വിളിക്കാം. അവർക്ക് ഞാറ് നടാൻ സൗകര്യം ഉണ്ടെന്ന് നോക്കി മാത്രമേ വിളിക്കുള്ളൂ. ഞാറ് നടാൻ വന്നവരൊക്കെ പാടിയിരിക്കും, കല്യാണത്തിന് അരയ്ക്കാൻ വന്നവരൊക്കെ പാടിയിരിക്കും. അങ്ങനെ ആണായാലും പെണ്ണായാലും വ്യത്യസ്തമായിട്ട് തൊഴിലിടങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ട് നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തീർച്ചയായിട്ടും ക്ലാസിക്കൽ എന്ന് പറയാവുന്ന വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ പഠിച്ച് അവതരിപ്പിക്കാൻ മാത്രമല്ല ആസ്വദിക്കാൻ കൂടി പരിശീലനം ആവശ്യമുള്ള വേറൊരു പാട്ട് വേറെ ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ എന്ന് പറയുന്ന ഒരു താര വേറെ. പക്ഷെ നാടോടി പാട്ടിന്റെ അല്ലെങ്കിൽ നാട്ടുപാട്ടിന്റെ വലിയൊരു താര ഉണ്ടായിരുന്നു. അത് എല്ലാ മനുഷ്യർക്കുള്ള പാട്ടാണ്. ആ പാട്ട് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നിങ്ങൾ പാട്ട് പാടണമെന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ എന്ത് തൊഴിലെടുക്കുന്ന സമയത്തും ആ തൊഴിലിൽ നിന്നൊരു റിതമുണ്ട്. നമ്മൾ വർത്തമാനം പറയുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്ത്, ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തും ഒക്കെ തന്നെ
ഒരു നാടകത്തിന്റെ ഡയലോഗ് നിങ്ങൾക്ക് താളമില്ലാതെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നാടകത്തിന്റെ ഡയലോഗ് എഴുതാൻ പറ്റില്ല, താളമില്ലാതെ ഒരു ഡയലോഗ് എഴുതി വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഗദ്യത്തിലായാലും പദ്യത്തിലായാലും സമസ്ത ജീവിത വ്യവഹാരത്തിന്റെയും ഒരു റിതമാണ്. ആ റിതം എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതാണ്. 1500 പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 15 കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്ത് പാട്ട് പരിശീലിപ്പിച്ച് അവരെ സംസ്ഥാന കലോത്സവത്തിൽ കൊണ്ടുപോയിട്ട് ബാക്കി 1400 കുട്ടികൾക്ക് എന്താ ഗുണം? അങ്ങനെയല്ലല്ലോ. വിദ്യാലയങ്ങളിലെ താളം എന്ന് പറയുന്നത്, വിദ്യാലയങ്ങളിലെ ചിത്രവര എന്ന് പറയുന്നത്, വിദ്യാലയങ്ങളിലെ അഭിനയം എന്ന് പറയുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കിട്ടണം. നമ്മളിപ്പോ നാടകം പോയി നമ്മുടെ വിചാരം എന്താണ്? ഈ പറഞ്ഞ 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 10 കുട്ടികളെ തെരഞ്ഞെടുക്കുന്നു, അവർ സംസ്ഥാന തലം വരെ പോകുന്നു, അവരുടെ ഫ്ലെക്സ് വെച്ച് വെക്കുന്നു. ബാക്കി കുട്ടികൾക്ക് എന്താ അതുകൊണ്ട് ഗുണം? അവരുടെ സമയം പോയിന്നല്ലാതെ. അങ്ങനെയല്ല. അരങ്ങനുഭവം എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് 25 പേർക്കും പൂവായിട്ടും കിളിയായിട്ടും പക്ഷിയായിട്ടും കുരങ്ങനായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ ചലിക്കാനും അഭിനയിക്കാനും അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനുള്ളതാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് പ്രതികരിക്കാനുള്ള, അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള പരിശീലനത്തിനാണ് ഉള്ള ടൂളാണ് താളം എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ആ ടൂളിനെ നമ്മൾ തിരിച്ചു പിടിക്കാന്നുള്ളതാണ്. സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പൊ നാടോടിപ്പാട്ട് പാടുന്ന സമയത്ത് പോലും നമുക്ക് എന്താ സ്ഥിതി? ഞാൻ ഒരിക്കൽ കോഴിക്കോട് ടൗണിൽ ഒരിക്കൽ നാടോടിപ്പാട്ട് ജഡ്ജ് ചെയ്യാൻ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 14 ജില്ലകളിൽ നിന്ന് നാടോടിപ്പാട്ട് വന്നപ്പോൾ അതിൽ 8 ജില്ലകൾ അവതരിപ്പിച്ചത് ഒരേ പാട്ടായിരുന്നു. ആ 8 ജില്ലകളിലെ നാടോടിപ്പാട്ടുകാരെ പരിശീലിപ്പിച്ചത് ഒരാളാണ്. അത് കൃത്യമായിട്ട് പാടി പഠിച്ചവരാണ്. നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു നാടോടിപ്പാട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടായി വന്നൊരു പാട്ട് പാടണം, അല്ലേ? കാസർഗോട്ടുകാരൻ ഒരാള് 50,000 രൂപ വാങ്ങിച്ചിട്ട് ഒരു പാട്ട് പാലക്കാടും പഠിപ്പിച്ച്, വേറൊരു പാട്ട് എറണാകുളം പഠിപ്പിച്ച്, വേറൊരു പാട്ട് മലപ്പുറം പഠിപ്പിച്ച്, ഇതെല്ലാം ഒരേ പാട്ടാണ്. എന്നിട്ട് ആ പാട്ടെല്ലാം കൂടെ പാടിയിട്ട് ഏറ്റവും കൃത്യമായിട്ട് പാടുന്ന ആള് ജയിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കുന്നതാണ്, നാടോടിപ്പാട്ടുകൾ പോലും ക്ലാസിക്കൽ കലയായിട്ട് മാറുകയാണ്. ഗുരു പറഞ്ഞു കൊടുത്തതിന് അപ്പുറം ഒരു നീട്ടലോ കുറിക്കലോ കുറയ്ക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല. ആ ഒരു രീതിയെ മാറ്റിയിട്ട് എല്ലാ മനുഷ്യർക്കും പാടാവുന്ന പാട്ടായിട്ട് പാട്ടുകളെ മാറ്റിയെടുക്കണം. നമുക്ക് ലോകത്ത് പല സ്ഥലത്തും സമരം ചെയ്യാനുള്ള വലിയ ആയുധമാണ് പാട്ട്. നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ലക്ഷക്കണക്കിന് ആൾക്കാർ, നമുക്ക് പിന്നെ കൊറിയയിലും ചൈനയിലും മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള സമരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. യൂട്യൂബിലൊക്കെ കണ്ടാലും ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ തെരുവിൽ ഇറങ്ങിയിട്ട് അവർ പാട്ട് പാടും. നമുക്ക് അങ്ങനെ പാടാൻ പറ്റുന്ന ഒരു പാട്ടില്ല. കാരണം നമുക്കൊരു പാട്ട് പാടുമ്പോൾ പേടി എന്താണ്? സംഗതി പോയി പോകുമെന്നുള്ള പേടിയാണ്. അങ്ങനെ പോയ ആകെ പ്രശ്നമാണ്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ബാത്റൂം പോയാൽ പോലും പാട്ട് പാടാൻ നമുക്ക് ധൈര്യം വരില്ല. അത് ഈ കർണാടക സംഗീതത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന്റെ രീതി നാടോടിപ്പാട്ടിനെ മുഴുവൻ രസിച്ച്, സിനിമാ പാട്ടിനെ മുഴുവൻ രസിച്ച് മനുഷ്യന്മാർക്ക് പാടാൻ പറ്റുന്ന പാട്ടില്ലാതാക്കി വെച്ചിട്ടുണ്ട്. യേശുദാസിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ പാട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ. അതിന് പൊളിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പാടുന്ന ആൾക്കാർ കുറച്ച് പേര് പാടിക്കോട്ടെ, അല്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും ആയുധമാണ്. അങ്ങനെ വിദ്യാലയങ്ങളിൽ വലിയൊരു മാറ്റം വരുന്ന സമയത്ത് പരിഷത്തിന് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കി. കാരണം എല്ലാ സ്ഥലത്തും അധ്യാപകരുടെ ഭാഗത്തും ആവശ്യം വരുന്ന ഒരു കാര്യം എന്താണ്? ഈ പാട്ട് എങ്ങനെയാണ് പാടുക എന്നുള്ളതുകൊണ്ട് അവർക്ക് പരിശീലനമൊക്കെ കിട്ടിയാൽ പോലെ അതിന് പരിമിതിയുണ്ട്. ഒരു ക്ലസ്റ്ററിൽ എത്ര ദിവസം കിട്ടും? ആ ക്ലസ്റ്ററിലെ മുഴുവനുള്ള പരിശീലനത്തിൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എത്ര മണിക്കൂർ കിട്ടും? അതുകൊണ്ട് മാത്രം അവർക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ പരിഷത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അധ്യാപകരെ, ഇപ്പൊ സർവീസിലുള്ള ക്ലാസ് എടുത്തുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ വിളിച്ചു കൂട്ടി പുതിയ പാഠ്യക്രമത്തിൽ മുന്നോട്ട് വെക്കുന്ന ഇങ്ങനെ വരയനുഭവം, പാട്ടനുഭവം, അരങ്ങനുഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് പരിശീലനം കൊടുക്കാനും അവരെ എക്വിപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പരിഷത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കൂടിയുള്ള ഒരു മാർഗമായിട്ട് ഈ പാട്ടും താളവും എന്നുള്ള ക്ലാസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി താളമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലെങ്കിൽ